അങ്ങനെ കാത്തിരുന്ന ദിവസം വന്നെത്തി. എൻ്റെ പുത്രിയുടെ ഡാൻസ് ഫെബ്രുവരി 10-ന് ശ്രീ വെള്ളടിക്കുന്ന് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇത് അമ്പലത്തിലെത്തി. അതിന് മുന്നേ അവരുടെ പ്രാക്ടീസും കാര്യങ്ങളും മേക്കപ്പും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മണിക്ക് തുടങ്ങിയതാണേ. ഞങ്ങളൊരു 7 മണി കഴിഞ്ഞപ്പോൾ അമ്പലത്തേക്ക് പോയി. പിന്നെ അവരൊരു 7:30 ആകുമ്പോഴേക്കും അവരെത്തിയിട്ടോ. 7:30 ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാതൃസമിതിത്തെ അംഗങ്ങൾ വന്നിട്ട് ഭദ്രദീപം തെളിയിക്കലും പിന്നെ ആദ്യം ഒരു കുട്ടിയുടെ പാട്ട് പിന്നെ തിരുവാതിരക്കളികൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. ഒരുപാട് സമയം എടുത്തു കേട്ടോ ഡാൻസ് കഴിയാൻ. അവസാനം വയ്യാതെയായി എല്ലാ കുട്ടികൾക്കും, അത്രയ്ക്ക് ടൈം എടുത്തു. തിരുവാതിരക്കളികളൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുടെ ഡാൻസും ഉണ്ടായിരുന്നു. പ്രാവശ്യം കുറേ കുട്ടികളായിരുന്നു കേട്ടോ. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ പുത്രി ഇങ്ങനെ ഡാൻസ് സ്റ്റേജിലൊക്കെ കളിക്കുമ്പോൾ. കാരണം എനിക്ക് പറ്റാത്തത് ഞാൻ അവളിലൂടെ നിറവേറ്റുന്നുണ്ടല്ലോ. അതാണ് കേട്ടോ അവളുടെ കോസ്റ്റ്യൂം. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ കോസ്റ്റ്യൂമും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അവളുടെ നല്ല ഗ്രീനും പിങ്കും ആയതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മഞ്ചീരം ഗ്രൂപ്പ് ഓഫ് ഡാൻസിൻ്റെ ടീമാണ് ഇവരൊക്കെ. അപ്പോൾ അവൾ പറയായിരുന്നു കമ്മൽ നല്ല വേദന ഉണ്ടാകുമ്പോൾ. ഞാൻ പറഞ്ഞു വേദനിക്കാതിരിക്കും, എന്നും സ്റ്റെഡ് ഇടണം. ഈ ഇത്രയും വലിയൊരു ജിമ്മിക്ക് ഇട്ട് കഴിഞ്ഞാൽ വേദനിക്കാതിരിക്കില്ലല്ലോ. കാരണം അത് പശ കൊണ്ടൊക്കെയാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ, പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അവർ ചിലങ്കണിയുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ദക്ഷിണ, ടീച്ചർ പഠിപ്പിക്കുന്ന ചേച്ചിക്ക് ദക്ഷിണയൊക്കെ കൊടുക്കുക, ചിലങ്ക അണിയിച്ചു കൊടുക്കുക, അതാണ് കാണുന്നത് കേട്ടോ. അവളിങ്ങനെ ചിലങ്ക അണിയുമ്പോൾ എനിക്ക് ഭയങ്കരധികം സന്തോഷം അതുപോലെ പ്രൗഡ് മൊമെൻ്റ് ആണ് കേട്ടോ. കാരണം എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക എന്നുള്ളത്. ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷെ പഠിച്ചിട്ടില്ല. അത് അവളിലൂടെ നിറവേറ്റുമ്പോൾ ഒരു സന്തോഷം. അതെല്ലാ പാരൻസിനും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അവളുടെ കളി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇവളുടെ കളിയൊക്കെ ഉണ്ടായിരുന്നത്. കുറേ ടൈം എടുത്ത് കഴിഞ്ഞു. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ആളുകൾ പോവാനും തുടങ്ങി. കാരണം അത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കുറേ വേദു അത് മേക്കപ്പ് ചെയ്ത് അവളെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് നല്ല സന്തോഷമൊക്കെ തോന്നിയിട്ട് അവൾക്ക് നല്ല ഹാപ്പി ആയിരുന്നു അവളെ ഇങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ അവരുടെ പ്രാക്ടീസൊക്കെ എങ്ങനെ കളിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് പേര് എന്താണെന്ന് വെച്ചാൽ വലിയ ആളുകളെയൊക്കെ ആദ്യം കയറ്റുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കേട്ടോ. ചെറിയ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കാതെയും ഒരുപാട് മേക്കപ്പ് ചെയ്തിട്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കല്ലേ കണ്ടോ. ഈ ടൈമിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ലാസ്റ്റ് ആകുമ്പോഴത്തോളം ആളുകൾ കുറഞ്ഞ് വന്നു കേട്ടോ. അവളുടെ ഫ്രണ്ടാണിത് ഗൗരി. ഇവളുടെ കളി കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബേബിയുടെ ഡാൻസ് ഉണ്ടായിരുന്നത്. പാട്ട് ഏതാണെന്ന് വെച്ചാൽ ചന്തം കാളിന്തിനാഥം എന്നുണ്ടല്ലോ, നമ്മുടെ ദിലീപിൻ്റെ ഭാവനടിയും ആ സോങ് ആയിരുന്നു കേട്ടോ. പക്ഷെ അത് ഇതിലിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ട് എനിക്കിത് ഇടാനൊരു വഴിയില്ല. പാട്ടായിട്ട് വേറെ ഇടേണ്ടി വരും. അപ്പോൾ അവൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ വേഗം ബാക്കിക്ക് പോയി കിതച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയി വേദുവിന് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് മിക്സഡ് സോങ്സ് ആയിരുന്നു. നമ്മുടെ മുരുകൻ്റെ സോങ് ഒക്കെ ഉണ്ടല്ലോ, വണ്ണമയിലേറും, അതൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഒരുപാട് നേരത്തിന് ശേഷം 11:30-12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ക്യാഷ് പ്രൈസും കൊടുത്തു, എല്ലാം കിട്ടി, തിരിച്ച് വീട്ടിലെത്തി.